ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, മരിച്ച ഒരാളെ ദഹിപ്പിക്കുന്നതാണോ അടക്കം ചെയ്യുന്നതാണോ ഗുരു നല്ലത്? ചോദിച്ചാൽ പ്രതീക്ഷിച്ചത് വലിയൊരു ആത്മീയ വിശദീകരണമൊക്കെ ആയിരുന്നു. ഏത് ശാസ്ത്രമാണ് ശരി, ഏത് മതത്തിൻ്റെ രീതിയാണ് ശ്രേഷ്ഠം, അഗ്നിയാണോ മണ്ണാണോ ഉചിതം എന്നൊക്കെയുള്ള ഒരു വിശദീകരണം അദ്ദേഹം ഗുരുവിൽ നിന്ന് പ്രതീക്ഷിച്ചു. ഗുരു അല്പനേരം മൗനമായിരുന്നു. എന്നിട്ട് വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, രണ്ടും വേണ്ട, ശരീരം ഒരു ചക്കിലിട്ട് ആട്ടിക്കോളൂ, നല്ല വളം കിട്ടും. ചോദിച്ചാൽ ഞെട്ടിപ്പോയി. അയ്യോ ഗുരു, അത് എത്ര ക്രൂരമാണ്. ഗുരു വീണ്ടും ശാന്തനായി ചോദിച്ചു, അതിനെന്താ, മരിച്ചയാൾക്ക് വേദനിക്കുമോ? ചുറ്റുമുണ്ടായിരുന്നവർ ചിരിച്ചു. പക്ഷേ ഗുരു പറഞ്ഞത് ഒരു തമാശ മാത്രമായിരുന്നില്ല. ശരീരത്തിന് വേദന അവസാനിച്ചിട്ടും ജീവിച്ചിരിക്കുന്നവരുടെ ദുരഭിമാനം അവസാനിക്കുന്നില്ല. മരിച്ചയാളുടെ പേരിൽ ആചാരങ്ങളുടെ മത്സരം ആരംഭിക്കുകയാണ്. ആരുടെ ചടങ്ങാണ് വലുത്, എത്ര പേർ പങ്കെടുത്തു, എത്ര പണം ചെലവഴിച്ചു, എന്തെല്ലാം കർമ്മങ്ങൾ നടത്തി, അങ്ങനെ പോകുന്നു. മരിച്ചുപോയ മനുഷ്യനേക്കാൾ ജീവിച്ചിരിക്കുന്നവരുടെ അന്തസ്സിനാണ് പലപ്പോഴും അവിടെ പ്രാധാന്യം. ഗുരുവിൻ്റെ ശ്രദ്ധ ശരീരം എങ്ങനെ സംസ്കരിക്കണം എന്നതിനെക്കുറിച്ചായിരുന്നില്ല, ജീവിക്കുമ്പോൾ നമ്മൾ പരസ്പരം എങ്ങനെ പരിഗണിക്കണം എന്നതിനെക്കുറിച്ചായിരുന്നു. ഗുരു പഠിപ്പിച്ചത് ശവസംസ്കാരമായിരുന്നില്ല, ജീവസംസ്കാരമായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്തവർ മരിച്ചു കഴിഞ്ഞാൽ പാലൊഴുക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ സമയമില്ലാത്തവർ മരണവാർത്ത കേൾക്കുമ്പോൾ ഓടിയെത്തുന്നു. ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടെ 2 വാക്കുകൾ പറയാത്തവർ മരണശേഷം നീണ്ട അനുസ്മരണങ്ങൾ എഴുതുന്നു. ശവശരീരത്തിന് നമ്മുടെ കണ്ണീരിൻ്റെ അളവ് അറിയില്ല, പൂമാലയുടെ വിലയറിയില്ല, ചടങ്ങിൻ്റെ വലുപ്പവും അറിയില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ഒരു സ്പർശമറിയാം, ഒരു നല്ല വാക്കറിയാം, ഒരു ചേർത്തുപിടുത്തമറിയാം, ഒരാൾ തനിക്കൊപ്പമുണ്ടെന്ന ആശ്വാസമറിയാം. അതുകൊണ്ട് മരിച്ചവരെ എങ്ങനെ യാത്രയാക്കണം എന്നതിനെക്കുറിച്ച് തർക്കിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുന്നവരോടൊപ്പം എങ്ങനെ നടക്കണമെന്ന് പഠിക്കണം. മരണാനന്തര ചടങ്ങുകളെ ഗുരു പരിഹസിച്ചൊന്നുമില്ല. അവയുടെ പേരിലുള്ള പൊള്ളത്തരത്തെയാണ് ആ ചെറു ചോദ്യത്തിലൂടെ അദ്ദേഹം തുറന്നുകാട്ടിയത്. മരിച്ചയാൾക്ക് വേദനിക്കുമോ? മരിച്ചവർക്ക് വേദനിക്കില്ല. പക്ഷേ നമ്മുടെ അവഗണന കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് വേദനിക്കും. അതുകൊണ്ട് സ്നേഹം മാറ്റിവെക്കരുത്, ആദരം മരണാനന്തര ബഹുമതിയാക്കരുത്, പൂമാലകൾ പിന്നീടാകാം, ഒരു പൂവ് പോലുള്ള വാക്ക് ഇപ്പോൾ നൽകുക. OS ടോക്സിൽ വീണ്ടും കാണാം.